വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാമിലി ഫോർ അവർ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരെല്ലാവരും ചാനലിൽ പോയി കാണുക. അപ്പോൾ തുടർന്ന് നമ്മുടെ വൈകിട്ടത്തെ പരിപാടി ഗ്രില്ലിങ് മാത്രമല്ല, ഞങ്ങളെ ടീം അത് പ്രത്യേകിച്ച് ഓർക്കുക. ഫാമിലി ഫോർ അവറിൽ ഞങ്ങൾ സെപ്പറേറ്റ് ടീമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഷൈൻ വിടില്ല. വരുന്ന സൺഡേ മോർണിംഗിൽ അവൻ യാത്രയാണ്. രാജേഷ്, ലീബ ഞങ്ങളുണ്ട്. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാര്യം ബാക്കിയുള്ള 2 ടീമുകൾ ഇനി വരുന്നുണ്ട്, വരുന്ന ശനി ഞായറുമായിട്ടൊക്കെ. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞുള്ള ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. വൈകിട്ടേക്കുള്ള നമ്മുടെ ഗ്രില്ലിൻ്റെ ചിക്കനാണ്. അപ്പോൾ അതുകൂടെ പേസ്റ്റ് ചെയ്തങ്ങ് വെച്ചാൽ പുരട്ടിയങ്ങ് വെച്ചാൽ അപ്പം നമുക്കൊരു 2-3 സ്പൂണ് വെളുത്തുള്ളി, ഓക്കെ, അത് കണക്കൊരു 3 സ്പൂൺ ഇഞ്ചി, ഒരു 2-2.5 കാര്യം ഇത് ഡയറക്റ്റ് കാശ്മീർ ചില്ലിയാണ്ട് എരി ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് ഒരു 2.5 സ്പൂണ്, ചെറിയ സ്പൂണിനാണ് 3 സ്പൂൺ നമുക്ക് നോക്കിയിട്ടില്ല. 1 സ്പൂൺ 1.5 സ്പൂൺ കുരുമുളക് പൊടി നമ്മളിടുന്നു. ഓക്കെ, കുറച്ച് തൈര്, ഓക്കെ, സോഫ്റ്റ് ആവാൻ വേണ്ടിയേ. ഒരു നാരങ്ങ നീരുള്ളതാണ്, അതിൻ്റെ കുരു കളഞ്ഞ്. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തല്ല അതേപോലെ തിന്നാൻ നേരം വരണേ. ടീമങ്ങോ കാണിച്ചോ. പിന്നെ ഞാൻ 2 ദിവസം ഉടക്കപ്പൂസ് തിന്നാനായിട്ട് ഗൾഫിലോട്ട് പോവില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാം. ഞാൻ പറഞ്ഞ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എല്ലാം കൂടെ നിന്ന് എല്ലാം പരിചരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. നല്ലോണം ഞങ്ങൾക്ക് പോയി എല്ലാത്തിലും പറ്റിയിരിക്കും. നല്ലോണം അധികം ഉടക്കല്ല, ഇറച്ചി ഉടഞ്ഞു പോകും. ഓക്കെ, ഇതൊരു ചെറിയ ഒരു ഇതിനകത്തോ അല്ലെങ്കിൽ ഇത് ഈ ബേസിൽ തന്നെ പറ്റുമെങ്കിൽ അതിനകത്താക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി തരാം. ഓക്കെ, 2 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. ഇതായിരിക്കണം നമ്മുടെ സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ അളവ്. ഓക്കെ, ഇങ്ങനെ നീ ടർണർ അല്ലേ, നീ ആ കട്ട് ചെയ്യണ്ട കറക്റ്റ് ആയിട്ട്. അവൻ ടർണറാ. എല്ലാ കാര്യത്തിലും അവനെ പൊഴുത്തി കൊടുത്താൽ മതി, അവൻ ചെയ്തോളൂ. രഞ്ജുപ്പ് ഉപയോഗിച്ച് അത്ര അടിപൊളി അടിച്ച്. നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോ ആണ്. ഫ്രഞ്ച് ഫ്രൈസ് വേവിച്ച് ഇനി നമുക്കതിൻ്റെ വെള്ളം പിടിക്കാൻ വേണ്ടി ടിഷ്യൂലാക്കി വെച്ചേക്കുക. ഇനി ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കണം. പിന്നെ ആവശ്യത്തിനെടുത്ത് വറുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പം ഫ്രഞ്ച് ഫ്രൈസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം നമുക്കുള്ള എന്തൊക്കെയാണ്? ഫ്രഞ്ച് ഫ്രൈസ് വറുത്തോണ്ടിരുന്നത് പുതിന ചട്നി, പുതിന ചട്നിയും ഗ്രീൻ സലാഡും 2 ഒബ്വിയസ് ചെയ്യാനാ വന്നേക്കുന്നത്. ക്യാരറ്റ് അപ്പോൾ നമുക്ക് ഈ ക്യാബേജ് എല്ലാം, കാര്യം വയലറ്റ് ക്യാബേജും ഉണ്ട്, വൈറ്റ് ക്യാബേജും ഉണ്ട്, ഇതെല്ലാം കൂടെ അരിഞ്ഞൊന്ന് മിക്സ് ചെയ്യാം വൃത്തിയായിട്ട്. അതുകൊണ്ട് ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മളെ സ്വന്തം പാചകമായിട്ട് ഇതെല്ലാം നമ്മൾ എടുക്കുകയാണ്. ഇനി ഈ ക്യാപ്സിക്കോ ഇത് നമുക്ക് ഇതേ കണക്ക് റൗണ്ട് ചെയ്ത്, കാര്യം എല്ലാവരും പല ഡിസൈനിലാണല്ലോ ചെയ്യുന്നത്, അത് നമ്മൾ അതേ കണക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ എങ്ങനെ അരിഞ്ഞിട്ടാലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവരുടേതായ ഡിസൈനിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കുറേശ്ശെ കട്ട് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന എന്ത് ആകൃതിയാണോ അത് കണക്ക് ചെയ്ത് മിക്സ് ചെയ്യുക. ചാട്ട് മസാല മതി. പുതിനയില ചട്നിയാണ്. ജീരകത്തിന്റെ പൊടി.
പൊടി കുറച്ച്. തൈര് എത്ര ടീസ്പൂൺ? മീനാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നൈറ്റിലെ പരിപാടിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാവരും ഫ്രഷായി റെഡിയായി വന്നിരിക്കുകയാണ്. സമയം ഏറെക്കുറെയൊക്കെ 8 മണിയായി. അപ്പോൾ നമ്മൾ ഈ കനലെല്ലാം കൂടി ഇട്ടുകൊണ്ട് ഓക്കെ. ഇനി കർപ്പൂരം ഇടാം. ദൈവമേ എന്ന് പറഞ്ഞ് കർപ്പൂരം കത്തിച്ച് അങ്ങോട്ട് വെക്കും. അപ്പൊ തീ കൊളുത്തി ഫാൻ ഉപയോഗിച്ച് കണ്ടു കത്തിക്കും. നമ്മൾ പതിയെ അപ്പം ഇത് നമ്മളെ ജോബി ഇന്ന് ചൂണ്ടയ്ക്കാറ്റിൽ നിന്ന് പിടിച്ച കണമ്പാണ്. അപ്പോൾ ആദ്യമേ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നിൽക്കുന്ന സുനിലാണ്. സുനിലിനെ ഓർത്താണ് ആദ്യം നമ്മൾ ഈ മീൻ തന്നെ അടപ്പം കയറ്റിയിരിക്കുന്നത്. ഓക്കെ, എന്നാലും സുനിലിന്റെ പേര് ഞങ്ങൾ പറയും. ഞങ്ങൾ എല്ലാവരും അതിന്റെ പേര് തിന്നോളാം. തേക്കുന്ന വേണ്ട, എണ്ണ മതി. അത് അത്യാവശ്യം എന്തായാലും നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും അവൻ അവസാനമായിട്ട് അവൻ ചവച്ചു കുപ്പിയാന്ന ഇത് നാടൻ രീതിയിലെന്ന് പറയുമ്പോ നമ്മളത് ഈ പറയുന്ന പണ്ട് നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ എന്തൊരു ചൂടാടാ. മീൻ ഗ്രില്ല് ചെയ്തിട്ടപ്പോഴും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയി. അവസാനം ഞങ്ങളെ ടാർഗറ്റ് അവസാനിക്കുകയാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ഐറ്റംസ്, അതായത് കണമ്പ്, ജോബി പിടിച്ച കണമ്പ് നമ്മൾ ഗ്രില്ലാക്കി. പക്ഷേ വെന്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് പൊടിഞ്ഞു പോയി. പക്ഷെ നമ്മൾ ഗ്രീൻ സലാഡും പിന്നെ സുല്ലാണ്. അപ്പോൾ സുല്ല് കഴിച്ചിട്ട് ഇന്ന് എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയണം. അത് തെറ്റായ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് പറയുക. തീർച്ചയായിട്ടും സൂപ്പറാണ് കേട്ടോ. ഇതിനകത്തെ മസാല കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അവിടെ ചിക്കൻ്റെ ഗ്രില്ല് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുക. ജസ്റ്റ് അങ്ങോട്ടൊന്ന് കാണിച്ചു നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഫിഷ് ഇവിടെ നമ്മൾ ഇതാക്കി. പുതിന ചട്നി, ചിക്കൻ ഗ്രില്ല് എല്ലാവരും കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. വാ വാ, എല്ലാവരും നോക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്ക് വിഷ്ണു. വാ, എല്ലാവരും ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കുക. അവരെല്ലാം വിളിക്കുക. മുള്ളു നോക്കിക്കോണം. കാര്യം വെന്ത് കഴിഞ്ഞപ്പോൾ മുള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഷൈൻ എങ്ങനെയുണ്ട്? ഷൈൻ പറയട്ടെ കൃത്യമായിട്ട്. സുനിൽ ഓൾറെഡി നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിലാണ് ആള്. അപ്പൊ ആളെ അഭിപ്രായം പറഞ്ഞു ഓക്കെ ആണല്ലോ. തീർച്ചയായിട്ടും പറയാം, ഞങ്ങൾ അത് തിരുത്താൻ വേണ്ടിയാ. നല്ല മസാലയാണ്. മസാലയൊക്കെ നല്ല കഴിച്ചു നോക്കിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? ആണോ? ദാണ്ട കേസ് നേരത്തെ കാണിച്ച മീന്റെ ഇലയാണ് ഇപ്പൊ നോക്കിയാണ് മുള്ളു പോലാണ്ട. കണ്ട കണ്ട എല്ലാരും എന്താ മുള്ളു വരെ കടിച്ചു പൊട്ടിക്കുന്നു. ആയോ ചേച്ചാ?
ഫനി ഇത് ഒറ്റ ഇതല്ലേ ഉള്ളു, തീർന്നല്ലോ. ഇതാണ്ട് ഈ ഒരൊറ്റ ഒന്നേ ഉള്ളു, അപ്പൊ തീർന്നു. ഈ സാധനം ഇന്ന് ഉണ്ടാക്കിയ ദാലും ദാണ്ട് അവര് ദാണ്ട് അടുത്ത ചിക്കൻ വേണമെന്നോരോന്ന് അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ കിട്ടിയില്ലെന്നൊന്നും പറയാം. ആർത്തിച്ച് കൊറേ നേരം വിളിക്കുന്നു. വേണ്ട ഞാനെടുത്താലും ലെഗ് പോകും. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെ 4 പേരായിരുന്നു ഇന്ന് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പൊ അതില് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. ഓക്കെ, രഞ്ജേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡും ഇതുമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വിഷ്ണുവിന് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഇത്? ഫുഡ് അങ്ങനെ അടിപൊളി എന്തുവാ തിന്നപ്പോൾ ടേസ്റ്റ് പറ. ടേസ്റ്റും പൊളി, ഫുഡും പൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ലീബ നിങ്ങളുടെ കോർഡിനേഷൻ? നീ നിന്റെ ഇത് പറ. ഞങ്ങള് തന്നെ ഉണ്ടാക്കിയിട്ട് പറയുന്നത് ശരിയാണ്. രാവിലെ തുടങ്ങിയ പണിയാണ് 9 മണിക്ക്. പിന്നെ ഫുഡല്ല, നമ്മള് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇത് കണ്ടോ ഫുഡ് പറ. ഗ്രൂപ്പിലെ ബാക്കിയുള്ളവർ ചെയ്ത സ്പോൺസർഷിപ്പ് കൂടെ പറ ഇതിനകത്ത്. നിങ്ങൾ 4 പേര് മാത്രമല്ല, ബാക്കി എന്തുവാ പറയുന്നത്, ഞങ്ങളുടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് എല്ലാം റെഡിയാക്കിയത്. ഓക്കെ, ക്യാപ്റ്റൻ അവിടെ ഇത് നോക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ് ഏറ്റെടുത്തതാണ് കാര്യം. നമ്മളെല്ലാം ശരിക്കും നാട്ടില് ഇതായി നമ്മൾ വന്നേ. പക്ഷെ എന്റെ അളിയനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അളിയനുപരി എന്റെ അനിയനാണ്. അപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഇന്നത്തെ ഒരു ടാസ്ക് ആദ്യമായിട്ട് ടീം വർക്കായിട്ട് 4 പേരെ ഏറ്റെടുത്ത ഇതാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം. അപ്പൊ ഞാൻ ഇപ്പൊ രാജായാലും ഷൈനായാലും, ഷൈൻ ഇപ്പൊ എന്താണ്ട് ഒരു 6-7 ദിവസം കൊണ്ടുള്ളൂ. സുനിൽ ഒരു 10 ദിവസത്തേക്കാണ് വന്നിരിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച പോവാ. ഞാൻ തിങ്കളാഴ്ച പോവാനായിട്ട് ഷൈൻ റെഡിയാണ്. അപ്പൊ അവരെ കൂടുതൽ നമ്മൾ ഇത് ചെയ്തില്ല. രാജേഷ്, ഞാന്, നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ലീബ അവിടെ ഇപ്പൊ ഉണ്ട്. ഞങ്ങളത് വളരെ കൃത്യമായിട്ട് കോർഡിനേഷൻ ചെയ്തു. പക്ഷെ നല്ലതായിരുന്നു, ഫുഡും എല്ലാം നല്ലതായിരുന്നു. എല്ലാരും എല്ലാരും പറഞ്ഞു നല്ലതായിരുന്നു. എല്ലാരും നല്ലതായിട്ട് അവര് പറഞ്ഞത് എല്ലാരും നല്ല അഭിപ്രായം. വെറൈറ്റി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ഡെയിലി കഴിക്കുന്നതാണ്. അപ്പം അതിനകത്ത് വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ ഡിഷ് എനിക്ക് ഫേവറാണ്. അപ്പൊ അതിനകത്ത് അത് കഴിച്ച് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് ഫുഡിന് ലാസ്റ്റ് അഭിപ്രായം പറഞ്ഞാല് 5 സ്റ്റാർ ഹോട്ടലിൽ ദുബൈയിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് അതിന്റെ വാല്യൂ ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാല്. സത്യത്തില് ഞാനൊരു 10 ദിവസം വെക്കേഷൻ വന്നതാണ്. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഓക്കെ, ഞാൻ അവിടെ വരുന്ന പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പൊ 2 ചിക്കൻ മസാല, ഫിഷ് മസാല, 2 കാര്യത്തില് മസാല വെറൈറ്റി ആയിരുന്നു. ഓക്കെ, ഞങ്ങൾ ഗൾഫിൽ ഉള്ള പോലെ തന്നെ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചു. ഓക്കെ, എനിക്ക് സർപ്രൈസ് ആയിരുന്നു. നല്ല രീതിയിൽ അവർ ചെയ്തു. ഇന്നത്തെ ഗ്രൂപ്പ് A-B കൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ C ഗ്രൂപ്പാ, ഞാൻ ഒന്നേ ഉള്ളൂ, ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവസാനത്തെ കട്ടയൊക്കെ എടുത്ത് ഞാൻ മാറ്റണം തോന്നുന്നു. ഓക്കെ, നല്ല അടിപൊളി ഇതായിരുന്നു, റെസിപ്പി ആയിരുന്നു. താങ്ക് യു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് രാത്രി ഒരുപാട് ലേറ്റായി. രാത്രി 11 മണിയായി. അപ്പം വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ സൺഡേ നൈറ്റ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവരും കഴിച്ചു, അവരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം ഞാന്, ലീബ, ഷൈന്, രാജേഷ്, ഞങ്ങളുടെ 4 പേരും ടീം വർക്കായിരുന്നു ഇന്നത്തെ. അപ്പം വരും സൺഡേകളിൽ വരുന്ന ആൾക്കാരെ ടീം വർക്കുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഡൺ, ബൈ, ഗുഡ് നൈറ്റ്.